എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങി ദൈവകരുണ. മാസം തോറുമുള്ള അനുവാദങ്ങൾ. ചാപ്പലിൻ്റെ സമീപത്തുകൂടി പോകുമ്പോൾ അതിൽ പ്രവേശിക്കാൻ, ഒഴിവു സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ, ചെറിയ സാധനങ്ങൾ കൊടുക്കാനും വാങ്ങാനും കടം മേടിക്കാനും, ഉച്ചയ്ക്ക് മുൻപും വൈകിട്ടും ലഘുഭക്ഷണം കഴിക്കാൻ, ഉല്ലാസങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഒഴിവ് ലഭിക്കാൻ, സമൂഹത്തിൻ്റെ അഭ്യാസങ്ങളിൽ നിന്ന് ചില സമയത്ത് ഒഴിവ് ലഭിക്കാൻ, പ്രഭാതത്തിലും വൈകിട്ടുമുള്ള പ്രാർത്ഥനയിൽ നിന്ന് ചിലപ്പോൾ ഒഴിവ് ലഭിക്കാൻ, 9 മണി കഴിഞ്ഞ് കുറച്ച് സമയത്തേക്ക് കൂടി ചിലപ്പോൾ ജോലി തുടർന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ 9 മണി കഴിഞ്ഞ് എൻ്റെ ആത്മീയ അഭ്യാസങ്ങൾ ചെയ്യാൻ, ഒഴിവു സമയങ്ങളിൽ എന്തെങ്കിലും എഴുതാനും കുറിച്ചു വയ്ക്കാനും, ഫോൺ ചെയ്യാൻ, മഠത്തിന് പുറത്തു പോകാൻ, പട്ടണത്തിലായിരിക്കുമ്പോൾ ദേവാലയം സന്ദർശിക്കാൻ, രോഗികളായിരിക്കുന്ന സിസ്റ്റേഴ്സിനെ സന്ദർശിക്കാൻ, ആവശ്യം വരികയാണെങ്കിൽ മറ്റൊരു സിസ്റ്ററിൻ്റെ മുറിയിൽ പ്രവേശിക്കാൻ, അനുവദിച്ചിരിക്കുന്നതിൽ കൂടുതൽ തവണ ചിലപ്പോൾ വെള്ളം കുടിക്കാൻ, ചെറിയ പരിത്യാഗങ്ങൾ, കൈവിരിച്ച് ദൈവകരുണയുടെ ജപമാല ചൊല്ലാൻ, ശനിയാഴ്ചകളിൽ കൈവിരിച്ച് പിടിച്ച് ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലാൻ, ചില അവസരങ്ങളിൽ സാഷ്ടാംഗം കിടന്ന ഒരു പ്രാർത്ഥന ചൊല്ലാൻ, വ്യാഴാഴ്ചകളിൽ തിരുമണിക്കൂർ ആചരിക്കാൻ, വെള്ളിയാഴ്ചകളിൽ മരണാസന്നരായ പാപികൾക്ക് വേണ്ടി ചില ഗൗരവമുള്ള പരിത്യാഗം ചെയ്യാൻ. ഈശോയെ, ഏകാന്തമായ ഹൃദയത്തിൻ്റെ കൂട്ടുകാരാ, അങ്ങൻ്റെ അഭയസ്ഥാനമാണ്, അങ്ങൻ്റെ സമാധാനമാണ്, അങ്ങൻ്റെ രക്ഷയാണ്. എൻ്റെ സംശയങ്ങളുടെ ആധിക്യത്തിലും വിഷമസന്ധികളിലും അങ്ങൻ്റെ പ്രശാന്തതയാകുന്നു. അങ്ങൻ്റെ ജീവിതപാത തെളിക്കുന്ന പ്രകാശരശ്മിയാണ്. ഏകാന്തത അനുഭവിക്കുന്ന ആത്മാവിന് അങ്ങെല്ലാമാണ്. നിശബ്ദമായിരിക്കുന്ന ആത്മാവിനെയും അങ്ങ് മനസ്സിലാക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ബലഹീനത മനസ്സിലാക്കുന്നു. ഒരു നല്ല വൈദ്യനെ പോലെ ഞങ്ങളെ സഹനങ്ങളിൽ നിന്ന് ഒഴിവാക്കി ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിലെല്ലാം അങ്ങ് വിദഗ്ധനാണ്. നിത്യവ്രത വാഗ്ദാന സമയത്ത് സംസാരിച്ച പിതാവിൻ്റെ ഓസ്പോണ്ട് വാക്കുകൾ സ്വർഗീയ വെളിച്ചത്തിൻ്റെയും ജ്വലിക്കുന്ന സ്നേഹത്തിൻ്റെയും അടയാളമായി ഈ മെഴുകുതിരി സ്വീകരിക്കുക. മോതിരം തന്നപ്പോൾ പരമോന്നതനായ പിതാവിൻ്റെ മകനായ ഈശോ മിശിഹായുമായി ഞാൻ നിന്നെ വിവാഹ വാഗ്ദാനം ചെയ്യുന്നു. നിന്നെ കളങ്കമില്ലാതെ അവിടുന്ന് കാത്തു സൂക്ഷിക്കട്ടെ. കന്യകകളുടെ മണവാളനായ മിശിഹായോട് നീ ചെയ്യുന്ന നിത്യമായ ഉടമ്പടിയുടെ അടയാളമായി ഈ മോതിരം സ്വീകരിക്കുക. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി നീ വിളിക്കപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ അടയാളവും വിശ്വസ്തതയുടെ മോതിരവുമായി ഇത് സ്വീകരിക്കുക. നീ അവനോട് വിശ്വസ്തത പാലിക്കുന്നെങ്കിൽ നിത്യമായി കിരീടം ധരിക്കും. ഈശോയെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ കരുണക്കടലിൽ ഞാൻ ആശ്രയിക്കുന്നു. അങ്ങെനിക്ക് ഒരമ്മയാണ്. ഈ വർഷം 1933 എനിക്ക് വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. കാരണം കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ജൂബിലി വർഷത്തിലാണ് ഞാൻ നിത്യവ്രത വാഗ്ദാനം ചെയ്തത്. ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്രീതി ലഭിക്കാൻ ക്രൂശിതനായ ഈശോയുടെ ബലിയോട് എൻ്റെ ബലിയെയും ഞാൻ ചേർത്തു വെച്ചു. ഈശോയോടൊത്ത് ഈശോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷം മെയ് മാസം മുഴുവൻ ഞാൻ ക്രോക്കോവിൽ താമസിച്ചു. റാത്കായിലേക്കോ വിൽനൂസിലേക്കോ പോകേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ലായിരുന്നു. ഒരിക്കൽ മദർ ജനറൽ മൈക്കിൾ എന്നോട് ചോദിച്ചു, സിസ്റ്റർ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിശ്ചലയായിട്ടിരിക്കുന്നത്? എവിടേക്കെങ്കിലും പോകാൻ ഒരുങ്ങേണ്ടേ? ഞാൻ മറുപടി നൽകി, ദൈവത്തിൻ്റെ തിരുഹിതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ മദറെ, നിങ്ങൾ അയക്കുന്നിടത്തേക്ക് യാതൊരു മടിയും കൂടാതെ ഞാൻ പോകാം. കാരണം ദൈവഹിതം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മദർ ജനറൽ എന്നോട് പറഞ്ഞു, കൊള്ളാം. പിറ്റേ ദിവസം എന്നെ വിളിച്ച് അവർ പറഞ്ഞു, സിസ്റ്റർ ദൈവഹിതം ചെയ്യാൻ ആഗ്രഹിക്കുന്നല്ലോ, നല്ല കാര്യം. നീ വിൽനൂസിലേക്ക് പോകുകയാണ്. ഞാൻ അവരോട് നന്ദി പറഞ്ഞു. പുറപ്പെടാൻ പറയുന്ന ദിവസത്തിനായി കാത്തിരുന്നു. എൻ്റെ ആത്മാവ് ഒരേ സമയം തന്നെ പ്രത്യേകമായ ആനന്ദത്താലും ഭയത്താലും നിറഞ്ഞു. അവിടെ ദൈവം വലിയ കൃപകളും വലിയ സഹനങ്ങളും എനിക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും മെയ് മാസം 27 വരെ ഞാൻ ക്രോക്കോവിൽ തന്നെ താമസിച്ചു. പ്രത്യേകമായ ചുമതലയൊന്നുമില്ലാതിരുന്നതിനാൽ പൂന്തോട്ടത്തിൽ സഹായിക്കാൻ മാത്രം ഞാൻ പോയിരുന്നു. ആ മാസം മുഴുവൻ ഞാൻ തനിയെ ജോലി ചെയ്തിരുന്നതിനാൽ ഒരു ജെസ്യൂട്ട് ധ്യാനം നടത്താൻ എനിക്ക് സാധിച്ചു. സഭാംഗങ്ങളുടെ ഉല്ലാസത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നെങ്കിലും എനിക്ക് ജെസ്യൂട്ട് ധ്യാനം നടത്താൻ കഴിഞ്ഞു. ഈ സമയത്ത് ദൈവത്തിൽ നിന്ന് വളരെ വെളിച്ചം എനിക്ക് ലഭിച്ചു. എൻ്റെ നിത്യവ്രത വാഗ്ദാനം കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിരുന്നു. ഞാൻ തിരുമണിക്കൂർ ആരാധന നടത്താൻ ശ്രമിക്കുകയായിരുന്നു. അന്ന് മാസത്തിലെ ആദ്യ വ്യാഴാഴ്ചയായിരുന്നു. ചാപ്പലിൽ പ്രവേശിച്ച ഉടനെ ദൈവ സാന്നിധ്യം എന്നെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് വ്യക്തമായി അനുഭവപ്പെട്ടു. ഒരു നിമിഷത്തിന് ശേഷം മുറിവുകളാൽ ആവൃതനായ കർത്താവിനെ ഞാൻ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു, നീ പരിണയിച്ചവനെ കാണുക.
എനിക്ക് ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലായി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈശോയെ, മുറിവേറ്റും സഹനങ്ങളാൽ തകർക്കപ്പെട്ടും കാണുമ്പോൾ അങ്ങയെ മഹത്വത്തിൽ കാണുന്നതിലും കൂടുതലായി ഞാൻ സ്നേഹിക്കുന്നു. ഈശോ ചോദിച്ചു, എന്തുകൊണ്ട്? ഞാൻ മറുപടി നൽകി, വലിയ മഹത്വം എന്നെ ഭയപ്പെടുത്തുന്നു. ഞാൻ ഒന്നുമില്ലാത്തവളാണ്. അങ്ങയുടെ മുറിവുകൾ എന്നെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് വലിച്ചടുപ്പിക്കുകയും അങ്ങേക്ക് എന്നോടുള്ള വലിയ സ്നേഹത്തെക്കുറിച്ച് എന്നോട് പറയുകയും ചെയ്യുന്നു. ഈ സംഭാഷണത്തിന് ശേഷം നിശബ്ദത പരന്നു. ഞാൻ അവിടുത്തെ തിരുമുറിവുകളിൽ ദൃഷ്ടി ഉറപ്പിച്ചു. അവിടുത്തോടു കൂടി സഹിക്കുന്നതിൽ ഞാൻ സന്തോഷിച്ചു. ഞാൻ സഹിച്ചു, എന്നാൽ എനിക്ക് സഹനം അനുഭവപ്പെട്ടില്ല. അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴമറിഞ്ഞതിൽ എനിക്ക് സന്തോഷമായിരുന്നു. 1 മണിക്കൂർ 1 മിനിറ്റ് പോലെ കടന്നുപോയി. ഞാൻ ഒരിക്കലും ആരെയും വിധിക്കരുത്. വിട്ടുവീഴ്ചയോടെ മറ്റുള്ളവരെ കാണാനും എന്നാൽ എന്നോട് തന്നെ കർശനമായിട്ടിരിക്കാനും ഞാൻ തീരുമാനിച്ചു. എല്ലാം ദൈവത്തിന് സമർപ്പിക്കാനും എന്നെ തന്നെ മനസ്സിലാക്കാനും ഞാൻ എത്രമാത്രം നികൃഷ്ടയും ഇല്ലായ്മയുമാണെന്ന് സ്വയം മനസ്സിലാക്കാനും ഞാൻ നിശ്ചയിച്ചു. സമയത്തിൻ്റെ തികവിൽ എല്ലാം കടന്നു പോകും എന്നറിഞ്ഞ് സഹനത്തിൽ ക്ഷമയും ശാന്തതയും പാലിക്കാൻ തീരുമാനമെടുത്തു. നിത്യവ്രത വാഗ്ദാനം നടത്തിയ നാളുകളിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കുകയാകും നല്ലത്. ഞാൻ അവിടുന്നിലും അവിടുന്ന് എന്നിലുമാണ്. വന്ധ്യപിതാവ് റോസ്പോണ്ട് എന്നെ മോതിരമണിയിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നിൽ വന്നു നിറഞ്ഞു. അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധമായിരുന്നതിനാൽ ഞാൻ നിശബ്ദത പാലിക്കുകയാണ്. നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷം ദൈവവുമായുള്ള എൻ്റെ ബന്ധം മുമ്പുള്ളതിനേക്കാൾ ഗാഢമായി. ഞാൻ ദൈവത്തെയും ദൈവം എന്നെയും സ്നേഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരിക്കൽ ദൈവത്തെ അറിഞ്ഞതിൽ പിന്നെ അവിടുത്തെ കൂടാതെ എനിക്ക് ജീവിക്കാൻ വയ്യാതായി. 100 വർഷത്തെ ലോകസുഖങ്ങളെക്കാൾ ആത്മാവിൻ്റെ വരൾച്ചയുടെ ആധിക്യത്തിൽ ദൈവസന്നിധിയിൽ 1 മണിക്കൂർ ചെലവഴിക്കുന്നതായിരുന്നു എനിക്ക് പ്രിയങ്കരം. ലോകത്തിലൊരു രാജ്ഞിയായിരിക്കുന്നതിനേക്കാൾ മഠത്തിലൊരു ഹീന ജോലി ചെയ്യുന്നവളായിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ദൈവം എൻ്റെ പ്രതിഫലമായിരിക്കുവാൻ എൻ്റെ നന്മ പ്രവൃത്തികൾ മനുഷ്യൻ്റെ കൺമുമ്പിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ഞാൻ പരിശ്രമിക്കും. തന്നെ ചവിട്ടി നടക്കുന്ന കാലുകളെ നോവിക്കാതെ തൻ്റെ പരിമളം പരത്തുകയും സ്വയം മറന്ന് തന്നെ ചവിട്ടിയരച്ച വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പുൽക്കൊടികൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ വയലറ്റ് പുഷ്പം പോലെ ഞാനാകും. ഇത് മനുഷ്യപ്രകൃതിക്ക് വളരെ ആയാസകരമാണ്. എന്നാൽ ദൈവകൃപ നമ്മെ സഹായിക്കും. ഈശോയെ, എൻ്റെ നികൃഷ്ടതയുടെ ആഴം എനിക്ക് മനസ്സിലാക്കി തന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഇല്ലായ്മയുടെ ഒരു ഗർത്തം തന്നെയാണ് ഞാൻ എന്നറിയുന്നു. അങ്ങയുടെ പരിശുദ്ധമായ കൃപ എന്നെ താങ്ങി നിർത്തുന്നില്ലെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ഇല്ലായ്മയായിത്തീരും. അതിനാൽ എൻ്റെ ദൈവമേ, എന്നോടുള്ള അവിടുത്തെ വലിയ കരുണയ്ക്കായി എൻ്റെ ഓരോ ഹൃദയത്തുടിപ്പിലും ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. നാളെ ഞാൻ വിൽനൂസിലേക്ക് പോകുകയാണ്. ഇന്ന് ഫാദർ ആൻഡ്രാഷിൻ്റെ അടുക്കൽ കുമ്പസാരിക്കാൻ പോയി. ദൈവാത്മാവിൽ നിറഞ്ഞ ഈ വൈദികൻ അത്യുന്നത ശൃംഗങ്ങളിലേക്ക് പറന്നുയരുവാൻ എൻ്റെ ചിറകുകളുടെ കെട്ടഴിച്ചു തന്നു. എല്ലാ കാര്യത്തിലും അദ്ദേഹം എനിക്ക് ഉറപ്പ് തന്നു. ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിക്കാൻ എന്നെ ഉപദേശിച്ചു. വിശ്വസിച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുക. ആ കുമ്പസാരത്തിന് ശേഷം അസാധാരണമായ ദിവ്യശക്തിയാൽ ഞാൻ നിറഞ്ഞു. ദൈവകൃപയോട് വിശ്വസ്തത പുലർത്തണമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ഭാവിയിൽ ഇതേ എളിമയും അനുസരണയും കാത്തു സൂക്ഷിച്ചാൽ ഒരാപത്തും നിനക്ക് വരികയില്ല. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക. നീ ശരിയായ വഴിയിലും നല്ല കരങ്ങളിലും ദൈവകരങ്ങളിലുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു.